കാര്യമായ പരാതികളില്ലാതെയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുന്നത്. ശക്തന്റെ മണ്ണിൽ തിങ്ങി നിറഞ്ഞ ജനസാഗരം കലോത്സവം മതിയാവോളം ആസ്വദിച്ചു. എന്നാൽ ഒരുക്കങ്ങളുടെ ആദ്യഘട്ടം മുതൽ ഒടുക്കം വരെയും കലോത്സവത്തിന് ഒപ്പമുണ്ടായിരുന്ന എന്നാൽ കലോത്സവം കാണാത്ത കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അവരെ ഒന്ന് കണ്ടുവരാം. അധ്യാപകർ, സെക്യൂരിറ്റി ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, മൈക്ക് ഓപ്പറേറ്റർമാർ, പാചക തൊഴിലാളികൾ, ഡ്രൈവർമാർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പേര് പരാമർശിക്കാതെ പോകുന്നവർ. ഈ കലാപൂരത്തിന്റെ നട്ടെല്ലായവർ അവരായിരുന്നു. ആരവങ്ങൾക്കപ്പുറം വെളിച്ചം തെളിയുന്ന വേദിക്കു പിന്നിൽ ശബ്ദമില്ലാതെ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ കൂട്ടായ പരിശ്രമം. 500ഓളം അധ്യാപകരും മറ്റുദ്യോഗസ്ഥരുമാണ് സംഘാടക സമിതിയുടെ ഭാഗമായി കലോത്സവത്തിന്റെ പിന്നണിയിലുള്ളത്. പിഴവില്ലാത്ത മത്സരക്രമങ്ങളിലും മറ്റ് ക്രമീകരണങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ഉത്തരവാദിത്ത കലോത്സവത്തിൽ ഓരോ ദിവസവും വേദിയും പരിസരവും ശുചീകരിച്ച ശുചീകരണ തൊഴിലാളികൾ, സംഘാടക സമിതി വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഒത്തൊരുമയുടെ നേർസാക്ഷ്യം കൂടിയായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം. ഏതാണ്ട് 500ഓളം അധ്യാപകരാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 25 വേദികളിലും അതുപോലെ തന്നെ IT സെക്ഷനിലും ഓഫീസിലുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാർക്കും കലോത്സവം കാണാൻ, യഥാർത്ഥത്തിൽ അത് ആസ്വദിക്കാൻ, ആ ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടില്ല. കലോത്സവം പൂർണ്ണമായും കാണാൻ പറ്റാത്തതിന്റെ വിഷമം സെക്യൂരിറ്റി ജീവനക്കാർ പങ്കുവച്ചു. തിരക്ക് നിയന്ത്രണത്തിന്റെ ചുക്കാൻ പിടിച്ചത് അവരായിരുന്നു. ഒന്നും കാണാൻ കഴിയാറില്ല, അതാണ് നമ്മുടെ വിഷമം. ജോലിയല്ലേ പ്രധാനം, അത് കഴിഞ്ഞിട്ടല്ലേ എല്ലാ കാര്യങ്ങളും. ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളും ഏറ്റവും മികച്ച ഭക്ഷണം തയ്യാറാക്കിയ പാചക തൊഴിലാളികളും പരിപാടിയുടെ മാറ്റുകൂട്ടി. അങ്ങനെ ഒരുപാട് മനുഷ്യർ നൽകിയ ചെറുതും വലുതുമായ സംഭാവനകളുടെ ആകെ തുകയാണ് ഇന്ന് കൊടിയിറങ്ങുന്ന കലാപൂരം. മനുഷ്യാധ്വാനത്തിന്റെ ഭൂമിയായി മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തേക്കിൻകാട് മൈതാനം. ഐഫൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തെപ്പറ്റി പ്രചോദിതമായൊരു കഥയുണ്ട്. ഗോപുരത്തിന്റെ നിർമ്മാണത്തിനായി ഉരുക്കുപാളികൾ മുറിച്ചുകൊണ്ടിരുന്ന ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ എന്തു ചെയ്യുന്നു? അയാൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ഗോപുരം നിർമ്മിക്കുന്നു. ആ ഗോപുരത്തിന്റെ നിർമ്മാണത്തിൽ ഓരോ തൊഴിലാളികളും വഹിച്ച പങ്കുപോലെ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് മഹാവിജയമായ ഈ കലോത്സവം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ഇന്ദ്രജിത് CP യോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.